സമരം നടത്തിയത്. ആ മുനിസിറ്റികളിൽ 3 കൊല്ലം മുമ്പ് സമരം നടത്തിയത്. അത്തരത്തിലുള്ള സമരമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. അതാണ് ഇടതുപക്ഷം നയിക്കേണ്ട സമരം. മനുഷ്യന്റെ ശക്തിയെ ഇത്രമാത്രം പേടിക്കുന്ന ഒരു സംഘടനയില്ല ലോകത്ത് ഫാസിസ്റ്റുകളെ പോലെ. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ മാത്രം മനുഷ്യന്മാരാണെന്ന് പറയുന്നത്. ബാക്കിയൊന്നും മനുഷ്യരല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾ മാത്രം മനുഷ്യർ, ഞങ്ങൾ പറയുന്നത് മാത്രം ആശയം, ബാക്കിയൊക്കെ തിന്മയുടെ ആശയം. അതാണ് മുസോളിനി പറഞ്ഞത്, നാഷണാലിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ ദ സ്റ്റേറ്റ്. രാഷ്ട്രം തീരുമാനിക്കും എന്താണ് ദേശീയത എന്ന്. അതന്നെ ഇപ്പൊ ഇവിടെ നടപ്പിലാക്കുന്നത്. നേരെ മറിച്ചാ വേണ്ടത്, രാഷ്ട്രം തീരുമാനിക്കും എന്താണ് ദേശീയത എന്നാണ് മുസോളിനി പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയിൽ എന്താ പൗരത്വ ഭേദഗതി വന്നു, ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രവാദം വരുന്നു, ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. മോഹൻ ഭാഗവത് 4 മാസം മുമ്പ് പറഞ്ഞ എന്താ, ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല, ദിസ് ഈസ് ഓൾറെഡി എ ഹിന്ദു സ്റ്റേറ്റ് എന്നാ പറഞ്ഞത്. ആരും ശ്രദ്ധിച്ചില്ല പ്രസ്താവന. അവര് ഈ ചെറിയ മോഹൻ ഭാഗവത് കൊല്ലത്തിന്റെ 2 പ്രസംഗം നടത്തും. ഒന്ന് വിജയദശമി ദിവസം, ഒന്ന് രാമനവമി ദിവസം. ആ 2 പ്രസംഗം ശ്രദ്ധിച്ചോളൂ. ഗഹനമായിട്ടുള്ള അവരുടെ വശത്തുള്ള ചിന്തകളാണ്. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുക. പണ്ട് കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഗ്രാമാന്തരങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് ആശയ പ്രചരണം നടത്തിയിട്ട് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യം. ഇന്ത്യ ഭരിക്കുന്നത് 10-15 കുടുംബങ്ങളാണ്. 15 ഏകദേശ കണക്കാ ഞാൻ പറയാം. ആ മൂലധന ശക്തികളാണ് ഏറ്റവും വലിയ സമഗ്രാധിപത്യത്തിന്റെ വാഴ്ച നടത്തുന്നത്. അത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങിയിട്ടൊരു പ്രക്രിയയാണ്. ഇന്ന് ആ മൂലധന ശക്തികൾ തീരുമാനിക്കും എന്ത് നടക്കണം ഈ രാജ്യത്ത്, എന്താണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ, സാമ്പത്തിക ഘടന എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. പ്രധാനമന്ത്രി എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഒരു വശത്ത് മതമൗലികവാദികളും ഒരു വശത്ത് മൂലധന ശക്തികളും. ഇതിന്റെ സമ്മേളനത്തിനെയാണ് ഫാസിസം എന്ന് പറയുന്ന മുസോളിനി എഴുതി വെച്ചിട്ടുണ്ട്. 5000 കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു വ്യവസായി ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം നടത്തി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം. നമ്മളെല്ലാം ഇന്ത്യയിലെ മാർക്ക് സുക്കൻബർഗിന്റെ കണക്ക് പ്രകാരം 85 കോടി ആൾക്കാർക്കും ഫേസ്ബുക്ക് ഉണ്ട് കേട്ടോ. എല്ലാ 85 കോടി ജനങ്ങളും ആനന്ദമ്പാനിയുടെ ഈ കല്യാണം ഇങ്ങനെ റീൽസ് കണ്ടിങ്ങനെ ചിരിച്ച് ആഹ്ലാദിച്ചിരുന്നു. നിങ്ങളും ഞാനും എല്ലാവരും. മറുവശം ഒന്ന് ആലോചിച്ചു. അതേ ഇന്ത്യയിൽ അമർത്യാസെന്റെ കണക്ക് പ്രകാരം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും 30% ആൾക്കാർക്കും ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. ആര് ചിന്തിക്കണം അവരെ കുറിച്ച്? ഇവിടെയല്ലേ ഇടതുപക്ഷം കയറി വരേണ്ടത്? ഇവിടെയല്ലേ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി? മാർക്സിസത്തിന് ഏറ്റവും പ്രസക്തിയുള്ള മണ്ണാണിത്. തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ വർധനവ്, സ്ത്രീകളെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, സാമൂഹിക അസമത്വം, സാമ്പത്തിക അസമത്വം എല്ലാം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 5000 കോടി രൂപ മുടക്കിയിട്ട് ഒരാളെ വിവാഹം നടത്തുമ്പോൾ വേറെ കുറെ ആൾക്കാർക്ക് ഇവിടെ ഭക്ഷണം തന്നെ ഇല്ല. ശൗചാലയമില്ലാത്ത 22% ഇന്ത്യൻ ജനത, പാർപ്പിടമില്ലാത്തവർ, ദളിതരെയും ആദിവാസികളെയും ലക്ഷക്കണക്കിന് പേരെ കുടിയൊഴിപ്പിക്കുന്നു. ഭൂമിയില്ലാത്ത കോടിക്കണക്കിന് ജനത, പട്ടിണിയും പരിവട്ടവുമായിട്ട് പോഷകാഹാരക്കുറവ് മൂലം ലോകത്തിൽ ഏറ്റവും അധികം കുട്ടികൾ മരിക്കുന്ന രാജ്യം ഇന്ത്യ. എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം? ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചായി പറയുന്നത്? ഏത് ജനാധിപത്യത്തെക്കുറിച്ചായി പറയുന്നത്? ഇതൊക്കെയാണ് പൂർവ്വസൂരികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ EMS ഒരു ദിവസം 4 ലേഖനം എഴുതി. 4 കൈയുണ്ട് തോന്നുന്നു ലേഖനം എഴുതാൻ. 4 കൈയൊന്നല്ല, 2 കൈയൊന്നും, 1 കൈ കൊണ്ട് തന്നെ എഴുതുള്ളൂ. പിന്നെ അവസാന സമയത്ത് 5 ആള് വന്നിരിക്കും. ഒരു 5 പത്രങ്ങൾ, 5 ഓരോരുത്തർക്കും ഓരോ വിഷയത്തിനെ കുറിച്ച്, ഒരാൾക്ക് ഒരു വാചകം, അടുത്ത ആൾക്ക് വേറൊരു വാചകം, അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു. അത് അസാമാന്യ പണ്ഡിതനായ. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം എഴുതി? ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ, ജനങ്ങളുടെ ഇടയിലേക്ക് ആശയങ്ങളെ കടത്തിച്ചല്ല. ആശയപ്രചരണത്തിന്റെ ഏറ്റവും വലിയൊരു കാലഘട്ടമാണിത്. ഇവരിപ്പോ നേരത്തെ പറയുന്നത് നമ്മളറിയാം, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് സംഘപരിവാർ ഏറ്റവും അധികം കൂട്ടുപിടിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ്. ക്ഷേത്രകലകളെ അവർ കൂട്ടുപിടിക്കുന്നു. മലയാളികളുടെ പഴയ കലാപ്രകടനങ്ങൾ മുഴുവൻ അവർ തിരിച്ചു. അതൊക്കെ നല്ലതാണ്. കലാപ്രകടനമൊക്കെ നമുക്ക് മോഹിനിയാട്ടും ഭരതനാട്യമൊക്കെ നമുക്കും ഇഷ്ടമാണ്.
പണ്ടതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ, എനിക്ക് ഓർമ്മയുണ്ട് കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ നടക്കും, വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ അത് മുന്നിൽ കാണാതിരിക്കുക EMS വെച്ചോന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവരവിടെ ഇരിക്കുന്നത് തന്നെ. അന്ന് അച്ഛൻ കലാമണ്ഡലത്തിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന സമയത്ത് അന്ന് കലാസ്വാദനത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ ഇവര് ഈ സംഘപരിവാർ കൊണ്ടുവരുന്നത് എങ്ങനെയാ? ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് 4-5 വർഷമായിട്ട് ക്ഷേത്രകലകളെ പുനർജീവിപ്പിച്ചു. അവിടെ കൂടുന്ന സ്ത്രീകളോട്, ഇപ്പൊ 100 സ്ത്രീകൾ വന്ന് ഒരു തിരുവാതിരക്കളി, വേറൊരു സ്ത്രീകൾ വന്ന് മോഹിനിയാട്ടം, അവരോട് പറയുന്നത് ഇതൊക്കെ കളിച്ചതിന് ശേഷം പറഞ്ഞു, പിന്നെ നമ്മുടെ കാര്യം ഓർക്കണം കേട്ടോ, നമ്മൾ ഒറ്റപ്പെടും കേട്ടോ ഹിന്ദുക്കള്, ബാക്കി എല്ലാവരും സംഘടിച്ചു. അവിടെയാണ് പ്രശ്നം. മനുഷ്യനെ എല്ലാവർക്കും വേണ്ടത് ഹിന്ദു മത മൗലികവാദത്തിനെ വേണ്ടത്. ആ വലയിൽ കുടുങ്ങുന്നു ബഹുഭൂരിഭാഗം ജനതയും. അതാണ് കേരളത്തിൽ സംഭവിച്ചത്, ഇന്ത്യയിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് നമ്മൾ ആശയപ്രചരണം നടത്തണ്ടേ? മൂലധന ശക്തികളായിട്ടുള്ള അംബാനി അഡാനി ഒന്നും പോയിട്ട് നമുക്കിപ്പോ അവിടെ സമരം ചെയ്യാനൊന്നും പറ്റുന്ന കരുതണ്ട. പക്ഷേ രാഷ്ട്രത്തിന്റെ ബഹുജന സഞ്ചയത്തിനെ അണിനിരത്താനുള്ള വൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറേണ്ട കാലഘട്ടമാണ്. പാർട്ടി കോൺഗ്രസുകൾ മധുരയിൽ CPIM-ന്റെ പാർട്ടി കോൺഗ്രസും CPI-യുടെ അടുത്ത സെപ്റ്റംബറിൽ ചണ്ഡീഗറിലൊക്കെ വെച്ച് നടക്കുമ്പോൾ പല പാർട്ടി കോൺഗ്രസിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് കൂടുതൽ ഗഹനമായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകണം. ഇടതുപക്ഷ മനുഷ്യമോചനത്തിന്റെ പ്രത്യയശാസ്ത്ര മാർക്സിസം കാലഹരണപ്പെട്ടു എന്നാണ് ഇപ്പൊ കോൺഗ്രസ് കുറെ കാലമായി പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മാർക്സിസം കാലഹരണപ്പെടുകയില്ല. മാർക്സിസത്തിനെ പ്രായോഗികവൽക്കരിച്ച രീതിക്കാണ് അപകടം പറ്റിയത്. മാർക്സിസം എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പ്രത്യയശാസ്ത്രമാണ്. മാനവികതയാണ് മാർക്സിസത്തിന്റെ അന്തസത്ത. ആ മാനവികത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ തന്നെ പോലെ മറ്റുള്ളവരെ കാണുമ്പോൾ അവിടെ അപരനില്ല. ഹിന്ദുത്വവാദികൾക്കും മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്കും അപരനെ സൃഷ്ടിക്കണം. ജമാഅത്തെ ഇസ്ലാമിക്കും RSSനും അപരൻ വേണം. അവൻ എന്റെ ശത്രുവാണെന്ന് പറയാൻ. കമ്മ്യൂണിസ്റ്റുകാരന്റെ ശത്രുവാര് ആരുമല്ല. അതാണ് ഇപ്പൊ സഖാവ് പറഞ്ഞത്. ഇപ്പൊ ഇവര് പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിമിനെതിരാണ്, ക്രിസ്ത്യാനിക്കെതിരാണ്. ഇത് മനഃപൂർവമായൊരു പ്രചരണമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാവരുടെയും മിത്രമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ആശയപരമായി എതിർക്കുന്നത് ഈ ഫാസിസ്റ്റ് വർഗീയ സംഘടനകളെയാണ്. ആശയപരമായിട്ട് അത് എന്നും എതിർത്തുകൊണ്ടിരിക്കും. അത് എതിർക്കാതെ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിന് കോംപ്രമൈസ് പാടില്ല. അതാണ് നമ്മുടെ ആചാര്യന്മാരുടെ പുസ്തകങ്ങളിൽ മുഴുവൻ പറയുന്നത്. അപ്പൊ അസന്നിഗ്ധമായ കോംപ്രമൈസ് ഇല്ലാത്ത പോരാട്ടമാണ് രാഷ്ട്രം ആവശ്യപ്പെടുന്നത്. അത് ഈ മൂലധന ശക്തികളുടെ രാഷ്ട്രീയമാണ് ലോകത്തിനെ ഭരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഇപ്പൊ 2ാമതും തെരഞ്ഞെടുക്കപ്പെട്ടു ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ള ട്രംപ് എംപയർ. അമേരിക്കയിലെ തന്നെ ആദ്യത്തെ 10 കോടീശ്വരരിൽ ഒരാളാണ് ട്രംപ്. ഏറ്റവും വലിയൊരു വ്യവസായിയാണ് അമേരിക്കയുടെ പ്രസിഡന്റായി 2ാമത് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ഏകാധിപതികളെയും കുറെ പൈസ ഉള്ളവരൊക്കെയാണ്. കമലാ ഹാരിസ് മാർക്സിസത്തിനെ അനുകൂലിച്ച് 2 പ്രസംഗം നടത്തി. കമലാ ഹാരിസ് മനുഷ്യ സമത്വത്തിനെ കുറിച്ച് പ്രസംഗിച്ചു. പോയി. പല ഘടകങ്ങളും ഉണ്ട് അവരുടെ തോൽവിക്ക്. പക്ഷെ ഇതൊരു ഘടകമായിരുന്നു. ഇപ്പൊ ട്രംപിനെ വേണം, നെറ്റ്യാനെഹുവിനെ വേണം, എർദോഗാനെ വേണം, നരേന്ദ്രമോദിയെ വേണം. അങ്ങനെ ബർമയിലെ ഏകാധിപതി, അല്ലെങ്കിൽ ഇന്നലെ സൗത്ത് കൊറിയയിലും പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. എല്ലായിടത്തും പട്ടാള ഭരണവും ഏകാധിപത്യവും. ജനങ്ങൾ ബഹുസന്തോഷം. എന്തൊരു സുഖം. ജനാധിപത്യം വേണ്ട. അങ്ങനത്തെ ഒരു ലോകം വരുമ്പോൾ ഫാസിസ്റ്റുകളല്ലേ വിജയിക്കുന്നത്. അപ്പോ ഇന്നിപ്പോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അതിന് എതിരായിട്ട് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ വിജയിച്ചു. പെറുവിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പതാകകൾ അവിടെ മാറി നടക്കാൻ അധികാരത്തിൽ വരുന്നു. അതൊരു ശുഭോദർക്കമായ കാര്യം.